കാലിക പ്രസക്തമായ ഒരു വിഷയം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. വലിയൊരു മെസ്സേജ് പ്രേക്ഷകരിലേക്ക് പകരുന്ന ഈ സിനിമ തീർത്തും ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് നമുക്കേവർക്കും സുപരിചിതരായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പത്മരാജ്, രതീഷ്, രേണു സൗന്ദർ നമുക്കറിയാം, ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ നായികയാണ്. പോളി വിൽസൺ, അരിസ്റ്റോ സുരേഷ്, പിന്നെ നമ്മുടെ സംവിധായകൻ ഷിജു പനവൂർ, ഇദ്ദേഹവും ശക്തമായൊരു വേഷം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവമുരളി, ഷിബു ലാബാൻ, സജി വെഞ്ഞാറമൂട്, നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരാജ് വെഞ്ഞാറമൂട് ജ്യേഷ്ഠ സഹോദരനാണ് സജി വെഞ്ഞാറമൂട്. പിന്നെ കണ്ണൻ സാഗർ, ബിജു വർഗീസ്, അങ്ങനെ മിമിക്രി മേഖലയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. പ്രമേയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. കൂടുതൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പോകുന്നൊരു സിനിമയാണ്. ഈ സിനിമയുടെ ഏകദേശം ഒരു 80% രാത്രിയാണ് കഥ നടക്കുന്നത്. അപ്പോൾ രാത്രിയുള്ള കഥ രാത്രി തന്നെ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു ഷൂട്ടിംഗ് ഡേയ്സ് എല്ലാ ദിവസവും നമ്മൾ 2 മണിക്ക് തുടങ്ങി വെളുപ്പാങ്കാലത്ത് 6 മണി വരെ ഉറക്കമൊഴിഞ്ഞ് അത്ര കഷ്ടപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ലാഗില്ലാതെ നല്ല പാട്ടുകളുണ്ട്. ഒരു ഇടവേള ഭാഗം വരെ ഒരു യാത്രാ മൂഡിൽ ഒരു ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ സംഭവിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കാര്യങ്ങളും, ഇടവേളയ്ക്ക് ശേഷം അമ്പൂരിയുടെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ രീതിയിൽ പോകുന്ന പടമാണ്. എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, ഫീൽ ഗുഡാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്. ഒരു പാട്ട് പാടിയിരിക്കുന്നത് നജീം അർഷാദ്, ഒരു പാട്ട് അഖിലാനന്ദ്, ഒരു പാട്ട് അരിസ്റ്റോ സുരേഷ്. ഈ പാട്ടുകളെല്ലാം തന്നെ ഗംഭീര പാട്ടുകളാണ്. പ്രമേയം കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ വിജയിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പ്രമേയത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. നിങ്ങൾ മീഡിയ സപ്പോർട്ട് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ സിനിമ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് മൊത്തത്തിലൊന്ന് പറയാനുള്ളത്. മാതാ ഫിലിംസിൻ്റെ ബാനറിൽ രണ്ടാമത്തെ ചിത്രമാണത്. എൻ്റെ ആദ്യത്തെ ചിത്രം ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നുള്ള സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള സിനിമ. അത് ഈ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ വളരെയധികം കഷ്ടപ്പാടും പിന്നിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചെടുത്ത സിനിമയാണ്. നിങ്ങളെല്ലാവരും അത് കണ്ട് അത് കാണാനുള്ള ഒരു സൗകര്യം നമ്മളെ മീഡിയയിൽ നിന്നും അവർ പുറത്തേക്ക് അതിനുള്ള ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അത് വളരെ നല്ലതായിട്ടൊന്ന് വിജയിപ്പിക്കാനുള്ളൊരു സംവിധാനം ഈ അവസരത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ തന്നെ നമ്മുടെ PRO അജയ് തുണ്ടത്തിലും അതുപോലെ തന്നെ സംവിധായകനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ഇതിനു മുമ്പും പല ചിത്രങ്ങളും ചെയ്തിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ സിനിമയോടുള്ള ഒരു പാഷൻ കൊണ്ട് തന്നെ ആ ഒരു ടീം വർക്ക് വളരെ സജീവമായി നിന്നുകൊണ്ട്, അതിലുപരി ഈ നമ്മുടെ സംവിധായകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വെഞ്ഞാറമൂടിനടുത്ത് പനവൂർ സ്വദേശിയാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ചില ഷോർട്ട് ഫിലിമുകളുടെ മേക്കിങ്ങുമായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനതിൽ ഒരു ഗസ്റ്റായി അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുന്നത്. വളരെ നിരവധിയായ ഹിറ്റ് ഷോർട്ട് ഫിലിമുകൾ ചെയ്തുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അംബിഷനാണ്, ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹം വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നല്ല ഒരു ശക്തമായ പ്രമേയം. നമ്മൾ സിനിമകൾ ഇപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ പ്രമേയത്തിനൊക്കെ പ്രസക്തിയില്ലാത്ത സിനിമകൾ ഉള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശക്തമായ ഒരു പ്രമേയം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പുരുഷ ബന്ധം, അതിൻ്റെ തീവ്രത, അതിൻ്റെ സ്നേഹം, അത് എത്തരത്തിൽ ആണ് സമൂഹം ചിന്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നെന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും അതിലുപരി നല്ല മനോഹരമായൊരു ക്യാമറ നമ്മുടെ
വിശ്വം, അദ്ദേഹത്തിൻ്റെ ജഗദീഷ് വിശ്വം. ഞാനിത് സൂചിപ്പിച്ചത്, ഞാൻ ഈ സിനിമയിലൊരു ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ലെങ്കിലും വളരെ കുറച്ച് സിനിമകൾ ചെയ്തുവെങ്കിലും ഇതൊരു ബസ് യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതൊരു സീരിയസ് ട്രാക്കിൽ പോയിട്ട് അതൊരു കോമഡി പശ്ചാത്തലത്തിലേക്ക് വരുന്ന രീതിയിൽ എനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതൊന്നും വളരെ ഒരുപാട് ഡയലോഗ് കാര്യങ്ങളും ഇല്ലെങ്കിൽ കൂടിയും അത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത് വളരെ മനോഹരമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നതിൽ നമ്മുടെ ക്യാമറാമാൻ്റെ അതീവമായ പങ്കുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മലയോര പ്രദേശം, നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത വളരെ നല്ല ഒരു വിഷ്വൽസ്, നല്ലൊരു രീതിയിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 22-ാം തീയതി ഇത് റിലീസാവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ടീം വർക്കായിട്ട് നിന്നുകൊണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എസ്പെഷ്യലി മീഡിയാസിൻ്റെ, പ്രിൻ്റഡ് ആയാലും വിഷ്വലായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇതിൻ്റെ വിജയം. ഏതൊരു പരിപാടിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്, കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രതീഷ് പത്മരാജനും രേണു സൗന്ദർ, അതുപോലെ തന്നെ പൗളി വിൽസൺ, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയ നല്ലൊരു താരനിര, ചെറുതും വലുതുമായ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ, പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പുതുമുഖങ്ങളെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മീഡിയ രംഗത്ത്, TV മാധ്യമ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വോഡഫോൺ കോമഡി സ്റ്റാറിലൊക്കെ എന്നും നമ്മുടെ കുടുംബ സദസ്സുകൾക്ക് സുപരിചിതമായിട്ടുള്ള ശിവമുരളി, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അങ്ങനെ സ്റ്റേജിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള നിരവധിയായ വർഷങ്ങളായി ഈ കലാരംഗത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിലുപരി നമ്മുടെ വേദിയിലുള്ള അഖില ആനന്ദ്, നജീം അർഷാദ്, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള പാട്ട്, അങ്ങനെയൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന, പ്രേക്ഷകർക്ക് തീർച്ചയായും 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണം. അത് കാണിക്കുന്നതിലേക്കുള്ള ഒരു കർത്തവ്യമായി ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ വളരെ മനോഹരമായ 3 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതിൽ 2 പാട്ടുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഞാൻ പാടിയ പാട്ട് റിലീസായിട്ടില്ല. വളരെ നല്ലൊരു മെലഡി സോങ്ങാണ്, ഡുവറ്റ് സോങ്ങാണ്. എനിക്ക് പറയാനുള്ളത്, സിനിമ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. സിനിമ പൂർത്തിയാക്കി അത് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ സപ്പോർട്ടാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ അവസരത്തിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതിൽ ഞാൻ പാടിയ പാട്ട് കുറച്ച് 2 വരി പാടാം. മായാതെയായി നീ മായുന്നുവോ, ഒഴുകി നീ എൻ സിരകളിൽ. മായാതെയായി നീ മായുന്നുവോ, ഒഴുകി നീ എൻ സിരകളിൽ. പിരിയുവാൻ നിനക്കാകുമോ പടരുമീ പൂവനികളിൽ. അങ്ങനെ പോകുന്നു. ഒരു വിരഹഗാനം എന്ന് തോന്നുന്നു. അതെ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ആദ്യമേ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഷിജു പനവൂർ സാറിനോടാണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ശക്തമായ ഒരു കഥാപാത്രം എന്നിൽ വിശ്വസിച്ച് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ ഷിജു പനവൂരേട്ടനാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എടുത്തത്. കാരണം കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം ചിലവഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യ പകുതി തന്നെ ബസ്സിനകത്ത് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ പല സ്ഥലത്ത് വെച്ചും പരിചയപ്പെടാറുണ്ട്. ട്രെയിനിൽ വെച്ചും, പ്ലെയിനിൽ വെച്ചും, ബസ്സിൽ വെച്ചും, അങ്ങനെ പലതരത്തിലുള്ള ക്യാരക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു യാത്രയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടപ്പോഴും ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഒരുപാട് ഷോർട്ട് ഫിലിം എടുത്ത പരിചയം വെച്ചിട്ട് ഒരു മലയാള സിനിമ, ഒരു നവാഗത സംവിധായകൻ ഇത്രയും മനോഹരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ സിനിമയ്ക്ക് ഇതൊരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരന്മാർ ഒരുപാട് പേര് ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ ഒരു കുഞ്ഞു സിനിമയെ
ഒരു വൻപിച്ച വിജയത്തോടു കൂടി തന്നെ എത്തിക്കണം. എന്നാലേ ഈ ടീം വെച്ച് തന്നെ അടുത്തൊരു പടം തുടങ്ങുകയുള്ളൂ, ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ലൊരു വേഷവും കിട്ടുകയുള്ളൂ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ ബഡ്ജറ്റഡ് ഫിലിംസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന തിയേറ്ററുകൾ കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെയും നമുക്ക് ഈ സിനിമയുടെ ഒരു ജോണറിനനുസരിച്ചുള്ള ഷോർട്ട് ടൈംസ് കിട്ടാറില്ല. പലപ്പോഴും ഈ സമയം സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. 11:30 ഉച്ചയ്ക്കൊരു ഷോ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ രാത്രി 9:30 ഷോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമീകരണം സത്യത്തിൽ ഇത്തരം ചെറു പടങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പോൾ ആക്ച്വലി ഈ സിനിമ ഫെബ്രുവരി 23-ന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ ഫിയോക്കിൻ്റെ തിയേറ്റർ വിലക്ക് കാരണം റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ മഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് സാധ്യമായി. അത് നല്ല സിനിമയാണ്. അത് കേരളം വിട്ടും കാശുണ്ടാക്കുന്നുണ്ട്, അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരേ ഡേറ്റിൽ 3-4 പടങ്ങൾ റിലീസിന് വെച്ചിട്ട് ഒരു പടം മാത്രം അത് നേരത്തെ ഡേറ്റ് ഫിക്സ് ആയതാണെന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം റിലീസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, കാരണം നമ്മളെപ്പോലെയുള്ള ഈ ബഡ്ജറ്റഡ് ഫിലിംസ് ആ സമയത്ത് 23 ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് കാശ് മുടക്കി ഒരുപാട് പ്രൊമോഷൻസ്, അപ്പോൾ അതിനു വേണ്ടിയുള്ള പോസ്റ്റേഴ്സ്, സ്റ്റാൻഡീസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ എല്ലാം സജ്ജമായി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഇടി വീഴുന്നത് പോലെ 23-ാം തീയതി തിയേറ്റർ വിലക്കാണ്, പടങ്ങളൊന്നും റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോലെയുള്ള ഈ ചെറിയ പടം ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ തരണം ചെയ്താണ് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ എത്തുന്നത്. അപ്പം പത്രക്കാരുടെ ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് മാത്രമാണ് ഇത്തരം സിനിമാക്കാരുടെ മുമ്പിലുള്ള ഏക പിടിവള്ളി. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ മീഡിയക്കാരുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഇന്ന് വരാതിരിക്കുന്ന അല്ലെങ്കിൽ വരാത്ത പത്രക്കാർ, നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ളവരോടും ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ ഇതിൻ്റെ മാറ്റർ ഒന്ന് ഷെയർ ചെയ്യുകയോ ചെയ്ത് മാക്സിമം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ മാർച്ച് 22-നാണ് പടം തിയേറ്ററുകളിൽ എത്തുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.